അസ്സലാമു വറഹ്മത്തുള്ളാഹി. ഈ കൊതുകിനെ പടച്ചവന് വിവരമില്ല എന്ന് മൈത്രാൻ ഇങ്ങനെ സംസാരത്തിനിടക്ക് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഹൈത്തമി ഉസ്താദ് കൊടുത്തൊരു മറുപടി നമ്മൾ ശ്രദ്ധിച്ചേ. അപ്പോഴാണ് ഞാനിങ്ങനെ കൊതുവിനെ ഉണ്ടാക്കിയത് എന്തായാലും വിവരമുള്ള ദൈവമല്ലെന്ന് കണ്ടുപിടിച്ചു. മറുപടി എന്ന് പറയാൻ കഴിയൂല, അങ്ങനെയായിരുന്നു ഞാൻ ദൈവത്തിനെ ഉപേക്ഷിക്കുന്നത്. അങ്ങനെ എനിക്കവിടെ മെൻഷൻ ചെയ്യാനുള്ള അവസരം തരുമോ? ഒരു അനുഭവത്തിനാണ്, കൗണ്ടർ ചെയ്യല്ല, നമ്മളെ സംസാരത്തിന്റെ ടോണതല്ലല്ലോ. ഇതേ കൊതുവിന്റെ ഒരു പരാമർശം കുറെ നടത്തുന്നുണ്ട്. ഈ ഇസ്ലാമിക ഒരു കൺസെപ്റ്റ് ഫിലോസഫി പറയുന്നത് മെറ്റാഫിസിക്കലായ ഒരു തലത്തിൽ നിന്നും സൃഷ്ടാവ് മനുഷ്യനായ ഒരു പ്രവാചകനെ അറിയിച്ചു കൊടുത്ത സുവിശേഷങ്ങളാണ്, ദിവ്യബോധനമാണ് ഖുർആൻ എന്നുള്ളതാണ്. അപ്പം അതിൽ പ്രമേയവൽക്കരിക്കുന്നത് ഈച്ച, എട്ടുകാലി, പശു, ഉറുമ്പ്, പക്ഷികൾ. അപ്പോൾ മക്കയിലുള്ള ഗോത്രമൂപ്പന്മാർ പരിഹസിച്ചു, ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണോ ഇത്രയും വലിയ ദൈവത്തിനെ സംസാരിക്കാനുള്ളത്? അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്തിട്ട് ഖുർആൻ പറയുന്ന ഒരു വാക്ക്, നിങ്ങളതാണ് പരിഹസിക്കുന്നതെങ്കിൽ നാം കൊതുകിനെ പറ്റിയും പറയും, കൊതുകിനേക്കാൾ ചെറുതിനെ പറ്റിയും പറയുന്നു. ഈ കൊതുകിന്റെ അറബി ബൗലത്ത്, മത്തലമ്മ ബൗലത്തൻ ഫമാ ഫൗക്കാണ്. കൊതുകിനെ പറ്റിയും നാം പറയും, കൊതുകിനേക്കാൾ ചെറുതായിട്ടും പറയും. അപ്പം അത് കൊതുക് മൂക്കിലൂടെ തലച്ചോറിലേക്ക് പ്രവേശിച്ചിട്ടാണ് ഒരു ഏകാധിപതിയുടെ പതനം എന്നൊക്കെയാണ് അതിൻ്റെ ഒരു ചരിത്രം, നമ്രൂദ് എന്നൊക്കെ പറയും. പിന്നെ അത് ഞങ്ങളെ റിലീജിയസ് ആയിട്ടുള്ളൊരു വായനയാണ്. പിന്നെ ഇവിടെ ഞാൻ ബഷീറിനെ വായിച്ചു. ഏറ്റവും നല്ല 3 സുഖങ്ങൾ ഭൗതിക ലോകത്ത്: ഒന്ന് മുട്ടി നിൽക്കുന്ന മൂത്രം ഒഴിക്കുക, മറ്റൊന്ന് നാട്ടുകാരും വീട്ടുകാരും ആക്ഷേപിച്ച ഒരു പുരുഷനെ ഭാര്യ ചേർത്ത് നിർത്തി സാരില്ല എന്ന് പറയുക. മൂന്നാം, അത് ബഷീർ പറഞ്ഞതായിട്ടാണ് വായിച്ചത്, ബഷീർ എഴുതിയത് വായിച്ചതല്ല കേട്ടോ, അതുകൂടി നോക്കണം. ഞാൻ ഓതന്റിസിറ്റി അറിയില്ല. പിന്നെ നടുപ്പുറത്ത് കൊതുക് കുത്തിയാൽ ചുമരിൽ ഇങ്ങനെ വരക്കുക. ഈ കൊതുക് അതേപോലെ നന്നാറീച്ച എന്നൊക്കെ പറയും, ചെറിയ ഈച്ച, ചെറിയൊരു ഈ ചക്കയൊക്കെ പഴുത്താൽ ഇങ്ങനെ വട്ടം ചുറ്റുന്ന ഈച്ച ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ കടിക്കുക മനുഷ്യൻ്റെ ഒരു പൊട്ടൻഷ്യൽ പോയിന്റിലായിരിക്കും. അപ്പോൾ നമുക്ക് മനുഷ്യൻ്റെ ഒരു ഹെൽപ്ലെസ്നെസ്, നമുക്ക് ഈ ഭാഗത്തൂടെ കൈയിട്ടാലും എത്തുന്നില്ല, ഈ ഭാഗത്തൂടെ കൈയിട്ടാലും എത്തുന്നില്ല. അപ്പം നമ്മൾ കൊണ്ടുപോയിട്ട് കൊതുക് കടിച്ചത് ഇങ്ങനെ വരക്കുന്നതാണ്. ഇത് വളരെ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അത് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഒരു മനുഷ്യൻ ബേസിക്കലി നാച്ചുറലി ഒരു ഈച്ചയെ പോലെ, കൊതുകിനെ പോലെ ഒരംഗം മാത്രമാണ് എന്നുള്ള ഒരു നിസാരതയിലേക്ക് മനുഷ്യനെ എത്തിക്കാനാണ് കൊതുക് എന്നുള്ളതാണ് ഒരു ഇസ്ലാമിക് കൊതുക് ഫിലോസഫി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൊതുകിനെ പടച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായ കൃത്യമായ കാരണങ്ങൾ അതിൻ്റെ പിറകിലുണ്ട്. അത് നമുക്കും മനസ്സിലായിട്ടില്ല എന്ന് കരുതി കൊതുകിനെ പടച്ച റബ്ബ് അല്ലെങ്കിൽ കൊതുകിനെ പടച്ചവൻ വിവരമില്ലാത്തവൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇത് വ്യക്തമാണ്. ഒരു ഉദാഹരണം ഹൈത്തമി ഉസ്താദ് പറഞ്ഞത്, മനുഷ്യൻ ഒന്നുമല്ല, കൊതുകിൻ്റെ മുമ്പിൽ പോലും മനുഷ്യൻ ഒന്നുമല്ല, ഹെൽപ്ലെസ് ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.